ഹായ്, നമ്മളിന്ന് മറ്റൊരു ബിരിയാണി കടയിലാണുള്ളത്. ഒരു റെസ്റ്റോറൻറ്റിലാണുള്ളത്. ഇവിടെ ഫാമിലിക്കും അല്ലാത്ത നോർമൽ കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. വലിയൊരു റെസ്റ്റോറൻ്റ് ഒന്നല്ല, ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു ബിരിയാണി കഴിക്കാനാണ് വന്നിട്ടുള്ളത്. നമുക്ക് സാധാരണ ഇവിടെ നിന്ന് കിട്ടിയിരുന്ന ബിരിയാണിക്ക് ഇതുപോലെ നാരങ്ങയും സാലഡും പിന്നെ ചമ്മന്തിയൊന്നും ആയിരുന്നില്ല. ഒരു സ്പെഷ്യൽ അച്ചാർ കിട്ടിയിരുന്നു, നമ്മുടെ ഉണക്കമുന്തിരിയുടെ ഒരു അച്ചാർ. അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് നമ്മളിവിടെ വന്നത്. നിർഭാഗ്യവശാൽ അവരത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ പൊരിച്ച പീസല്ല, നമ്മളെ ദമ്മിട്ട് വെക്കുന്ന മറ്റേ ചിക്കൻ പീസാണ്. പിന്നെ ഈ കാണുന്ന ഐറ്റംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, എണ്ണക്കടികളും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ സെൽഫ് സർവീസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മളിവിടെ പന്തലൂർ സ്കൂളത്തെ കുട്ടികൾക്കൊക്കെ ഇവിടെ വന്ന് എടുത്ത് കഴിക്കാം. അവർക്കൊരു സ്പെഷ്യൽ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ വിശദമായ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യും. പിന്നെ ഇവിടെ തനി നാടൻ കഞ്ഞിയും പൂളയും ബോട്ടിയും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫുഡ് സ്പോട്ടാണ് അന്വേഷിച്ച് നടക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് പോന്നോളൂ. ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഭക്ഷണം കഴിക്കാം. അപ്പോൾ മുന്തിരിയുടെ കാര്യം പറഞ്ഞത്, മുന്തിരി അച്ചാർ മാത്രം കഴിക്കാനായിട്ട് 2, 3, 4 തവണ വാങ്ങാനായിട്ട് ആളുകൾ വന്നു തുടങ്ങിയപ്പോൾ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അവരത് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരുപാട് ചില്ലി ഐറ്റംസും പിന്നെ അൽഫാം അങ്ങനെ അറേബ്യൻ ഐറ്റംസും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റാണ്. നമ്മുടെ പാണ്ടിക്കാട് നിന്നും ആനക്കയത്തേക്ക് പോകുമ്പോഴുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ.